എല്ലാ ബഹുമാന്യ ശ്രോതാക്കൾക്കും വീണ്ടും എബ്രായ ലേഖനത്തിലെ 6 പ്രത്യേകതകൾ എന്നുള്ള പഠന പരമ്പരയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. കഴിഞ്ഞ 2 ദിവസങ്ങളായി നമുക്ക് പഠിക്കാൻ ഇടയായത് ഈ എബ്രായ ലേഖനത്തിന്റെ 6 പ്രത്യേകതകളിൽ 1ഉം 2ഉം പ്രത്യേകതയാണ്. ഒന്ന്, ദിസ് ബുക്ക് ഈസ് എ ബുക്ക് ഓഫ് എക്സാമിനേഷൻ. ഇത് ഒരു സ്വയം പരിശോധനയുടെ പുസ്തകമാണ്. 2, ഇത് ഒരു പ്രബോധന ഗ്രന്ഥമാണ്. 13-ാം അധ്യായം 22-ാം വാക്യം ഉദ്ധരിച്ചുകൊണ്ട്, സഹോദരന്മാരെ, ഈ പ്രബോധന വാക്യം പൊറുത്തുകൊള്ളുവിൻ എന്ന് പറയുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് എന്താണ് ഈ പ്രബോധന വാക്യം എന്ന് പറഞ്ഞിട്ടുള്ളത് കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സിൽ 6 പ്രത്യേക മണ്ഡലങ്ങളിലായി നമുക്ക് പഠിക്കാൻ ഇടയായി തീർന്നു. 6 പ്രത്യേക പ്രബോധനങ്ങൾ നൽകി എന്ന് നമ്മൾ പഠിച്ചു. ഒന്നാമതായി, ഡ്രിഫ്റ്റിംഗ് ഫ്രം ദി വേർഡ്, അതായത് ദൈവ വചനത്തിൽ നിന്ന് വഴുതി മാറുക അല്ലെങ്കിൽ ഒഴുകി പോവുക. 2, ഡൌട്ടിംഗ് ദ വേർഡ്, ദൈവവചനത്തെ സംശയിക്കുക. 3, ഡൾനെസ് ടുവേർഡ് ദ വേർഡ് ബിക്കോസ് ഓഫ് ദെയർ സ്ലഗിഷ്നെസ്, അവരുടെ അലസത കൊണ്ട് ദൈവവചനത്തോട് വിരക്തഭാവം ഉള്ളവരായിരിക്കുക. 4, ഡെസ്പൈസിംഗ് ദി വേർഡ് വിത്ത് വിൽഫുൾ ഡിസൊബീഡിയൻസ്, മനഃപൂർവമായ അനുസരണക്കേടുകൊണ്ട് ദൈവവചനത്തോട് അനാദരവ് കാണിക്കുക. 5, ഡിഫൈങ് ദ വേർഡ്, ദൈവവചനത്തെ മലിനം എന്ന് നിരൂപിക്കുക. 6, ഡിപ്പാർട്ട് ഫ്രം ദ വേർഡ്, ദൈവവചനത്തെ ഉപേക്ഷിക്കുക. ഇങ്ങനെ 6 കാര്യങ്ങളിലുള്ള ശക്തിയേറിയ അപകടമാണ് കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സിൽ നമുക്ക് പഠിക്കാൻ കർത്താവ് ഇടയാക്കിയത്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 3-ാമത്തെ ഭാഗമാണ്. ദിസ് ബുക്ക് ഈസ് എ ബുക്ക് ഓഫ് എക്സോൾട്ടേഷൻ, അതായത് ഇതൊരു മഹത്വീകരണത്തിന്റെ പുസ്തകമാണ്. അതിൽ ഏറ്റവും ഉന്നതമായ തലത്തിലേക്ക് ഉയർത്തുന്ന ഒരു പുസ്തകമാണ്. ആരെ? ഈ പുസ്തകത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ആളത്വം, അവന്റെ മഹത്വം അല്ലെങ്കിൽ അവന്റെ പ്രവൃത്തികൾ, കർത്താവായ യേശുക്രിസ്തുവിന്റെ ആളത്വം, അവന്റെ പ്രവൃത്തികൾ, ദ പേഴ്സൺ ആൻഡ് ദി വർക്ക് ഓഫ് ജീസസ് ക്രൈസ്റ്റ്, അതാണ് അപ്പോസ്തലൻ വിവരിക്കുന്നത്. യേശുക്രിസ്തുവിന്റെ ആളത്വം, അതിന്റെ ശ്രേഷ്ഠത എന്താണ്, യേശുക്രിസ്തുവിന്റെ പ്രവൃത്തികൾ എന്തൊക്കെയാണ്, ഈ കാര്യങ്ങളാണ് പറയുന്നത്. ഇന്നത്തെ ഈ പഠനത്തിലും 6 വസ്തുതകൾ ഞാൻ ഈ എബ്രായ ലേഖനത്തിൽ നിന്ന് ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഈ പുസ്തകം ഒരു മഹത്വീകരണത്തിന്റെ പുസ്തകമാണ്. ഇപ്പോൾ യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുമ്പോൾ ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, അതുകൊണ്ട് ദൈവം അവനെ ഏറ്റവും ഉയർത്തി, അത് സകലനാമത്തിനും മേലായ നാമം നൽകി. അത് യേശുക്രിസ്തുവിന്റെ രക്ഷണീയ പ്രവൃത്തിയോട് ബന്ധത്തിലാണ് അത് പറയുന്നത്. അപ്പൊ ഇവിടെയും നമ്മൾ ഇപ്പൊ പറയാൻ ആഗ്രഹിക്കുന്നത് 6 പ്രത്യേക കാര്യങ്ങളാണ്. ഈ പുസ്തകത്തിൽ യേശുക്രിസ്തുവിനെ പ്രവാചകനും പുരോഹിതനും മഹാരാജാവും എന്ന നിലയിൽ അപ്പോസ്തലൻ വെളിപ്പെടുത്തിയിരിക്കുന്നു. സാധാരണ നിലയായി ഈ ഒരു വ്യക്തിയുടെ 3 ഔദ്യോഗിക പദവികൾ പഴയ മുതൽ വായിക്കുമ്പോൾ പ്രവാചകൻ, പുരോഹിതൻ, രാജാവ്. പ്രവാചകൻ ദൈവത്തിനു വേണ്ടി മനുഷ്യനോട് ഉള്ളപ്പാടിൽ അറിയിക്കുന്നവനാണ്. പുരോഹിതൻ മനുഷ്യനു വേണ്ടി ദൈവസന്നയിൽ പക്ഷപാതം ചെയ്യുന്നവനാണ്. രാജാവ് ജനത്തെ ഭരിക്കുന്ന ആളാണ്. അപ്പൊ ഇസ്രായേൽ ചരിത്രത്തിലെ അതിപ്രധാനരായ 3 വ്യക്തികളാണ് പ്രവാചകൻ, പുരോഹിതൻ, രാജാവ്. എന്നാൽ ഇസ്രായേൽ ചരിത്രം മൊത്തം നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ രാജാവും പ്രവാചകനുമായിരുന്ന ആളുകളുണ്ട്, പുരോഹിതനും പ്രവാചകനുമായിരുന്ന ആളുകളുണ്ട്. എന്നാൽ ഒരേ സമയത്ത് പുരോഹിതനും പ്രവാചകനും രാജാവുമായി ഈ 3 ഔദ്യോഗിക സ്ഥാനങ്ങളും ഒരുപോലെ അലങ്കരിച്ചിട്ടുള്ള ആരെയും നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. എബ്രായ ലേഖനത്തിൽ അപ്പോസ്തലൻ പറയുകയാണ്, ദ ലോർഡ് ജീസസ് ക്രൈസ്റ്റ് ഈസ് അവർ പ്രോഫറ്റ്, അവർ പ്രീസ്റ്റ് ആൻഡ് അവർ കിങ്. നമ്മുടെ കർത്താവായ യേശു നമ്മുടെ ശ്രേഷ്ഠനായ പ്രവാചകനാണ്. മോശയേക്കാൾ ശ്രേഷ്ഠനായ പ്രവാചകനാണ്.
പഴയ നിയമ തിരുവെഴുത്തുകളിൽ കാണപ്പെടുന്ന എല്ലാ പ്രവാചക ശ്രേഷ്ഠന്മാരെക്കാളും ശ്രേഷ്ഠനാണ്. ഇപ്പൊ കർത്താവായ യേശു അത്രമാത്രം മഹത്വവാനായ ഒരു പ്രവാചകനാണ്. 2, അവൻ അതിശ്രേഷ്ഠനായ മഹാപുരോഹിതനാണ്. അത് 7-ാം അധ്യായത്തിൽ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെയുള്ള മഹാപുരോഹിതനല്ലോ നമുക്ക് വേണ്ടിയത്. പവിത്രൻ, നിർദോഷൻ, നിർമ്മലൻ, പാപികളോട് വേർപെട്ടവൻ, സ്വർഗത്തേക്കാൾ ഉന്നതനായി തീർന്നവൻ. ആദ്യം ആ മഹാപുരോഹിതന്മാരെ പോലെ സ്വന്തം പാപങ്ങൾക്ക് വേണ്ടി വഴിപാട് യാഗവും അർപ്പിപ്പാൻ ആവശ്യമില്ലാത്തവൻ തന്നെ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ മഹാപൌരോഹിത്യത്തിന്റെ മഹത്വം അവിടെ പറയുന്നു. അത് കഴിഞ്ഞ് പറയാണ്, അവൻ ആരാണ്? അവൻ രാജാവാണ്. രാജാതി രാജാവും കർത്താതി കർത്താവുമാണ്. ഇപ്പൊ യേശുക്രിസ്തു പ്രവാചകനാണ്, യേശുക്രിസ്തു മഹാപുരോഹിതനാണ്, യേശുക്രിസ്തു രാജാവാണ്. അപ്പോൾ ആ നിലയിൽ കർത്താവായ യേശുക്രിസ്തുവിന്റെ ആളത്വത്തിന്റെ മഹത്വം ഇവിടെ ഈ പുസ്തകത്തിൽ പ്രഥമദൃഷ്ട്യാ പറയുന്നതായി നാം വായിക്കുന്നു. 2, ജീസസ് ക്രൈസ്റ്റ് ഈസ് ദി ക്രിയേറ്റർ ആൻഡ് സസ്റ്റെയിനർ ഓഫ് ദി യൂണിവേഴ്സ്. 1-ാം അധ്യായത്തിന്റെ 1 മുതൽ 4 വരെയുള്ള വാക്കുകൾ വായിക്കുമ്പോൾ നമ്മൾ വായിക്കുന്നു, കർത്താവായ യേശുക്രിസ്തുവാണ് ഈ സകല പ്രപഞ്ചത്തെയും സൃഷ്ടിച്ചത്. അത് 1-ാം അധ്യായത്തിന്റെ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ എത്രയും തെളിവായി ഈ ലേഖനക്കാരൻ പറയുകയാണ്. അവിടെ പറയാണ്, അവൻ മുഖാന്തരം ലോകത്തെ ഉണ്ടാക്കി. അവൻ ദൈവദേശത്തിന്റെ പ്രഭയും തത്വത്തിന്റെ മുദ്രയും സകലത്തെയും തന്റെ ശക്തിയുടെ വചനത്താൽ വഹിക്കുന്നവനും ആകുന്നു. അപ്പൊ അവൻ മുഖാന്തരം ലോകത്തെ ഉണ്ടാക്കി. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം വായിക്കുമ്പോൾ, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെ ആയിരുന്നു, വചനം ദൈവമായിരുന്നു, സകലവും അവൻ മുഖാന്തരം ഉളവായി, അവനെ കൂടാതെ ഒന്നും ഉളവായതില്ല എന്ന് പറഞ്ഞിട്ട് അതേ വചനത്തെക്കുറിച്ച് 1-ാം അധ്യായത്തിന്റെ 14-ാം വാക്യത്തിൽ പറയുന്നത്, വചനം ജഡം ധരിച്ച് കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു എന്നാണ്. അപ്പൊ കർത്താവായ യേശുക്രിസ്തു ആരാണ്? ഹി ഈസ് എ ക്രിയേറ്റർ ആൻഡ് സസ്റ്റെയിനർ ഓഫ് ദിസ് യൂണിവേഴ്സ്. അവൻ ചെയ്യുന്നു, തന്റെ മഹാശക്തിയാൽ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിക്കുകയും അതിനെ താൻ വഹിക്കുകയും ചെയ്യുന്നു. 1-ാം അധ്യായത്തിന്റെ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ അതാണ് അവിടെ പറയുന്നത്. അപ്പോൾ ആദ്യം പറഞ്ഞു, യേശുക്രിസ്തു പ്രവാചകനാണ്, മഹാപുരോഹിതനാണ്, മഹാരാജാവാണ്. 2, അവിടുന്ന് സൃഷ്ടാവാണ്, സകലത്തെയും തന്റെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നവനാണ്. ഇനി 3, ജീസസ് ക്രൈസ്റ്റ് ഈസ് ദി എക്സ്പ്രസ് ഇമേജ് ഓഫ് ഗോഡ്. യോഹന്നാന്റെ സുവിശേഷം 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ അവിടെ വായിക്കുമ്പോൾ കർത്താവായ യേശുക്രിസ്തു അതിനെ കുറിച്ച് പറയുകയാണ്. അവൻ ആരാണ്? അവൻ ദൈവദേശത്തിന്റെ പ്രഭ. ഇവിടെ എബ്രാഹിം 1 മുതൽ 4 അവൻ ദൈവദേശത്തിന്റെ പ്രഭയും തത്വത്തിന്റെ മുദ്രയുമാണ്. ഹി ഈസ് ദി എക്സ്പ്രസ് ഇമേജ് ഓഫ് ഹിസ് പേഴ്സൺ ആൻഡ് ദി എഫൾജൻസ് ഓഫ് ഹിസ് ഗ്ലോറി എന്നാ പറയുന്ന ഇംഗ്ലീഷ് ബൈബിൾ. അതായത് വാട്ട് ഗോഡ് ഈസ് ആൻഡ് ഹൗ ഹി ലുക്സ് ലൈക്ക് ഈസ് ജീസസ് ക്രൈസ്റ്റ് സെയിം. ദൈവം ആരാണ്, ദൈവത്തെ എപ്രകാരം കാണപ്പെടുന്നുവോ അത് തന്നെയാണ് കർത്താവായ യേശുക്രിസ്തു. യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുമ്പോൾ ഹി ഈസ് ദി എക്സ്പ്രസ് ഇമേജ് ഓഫ് ഗോഡ്. ഇത് വിവരിക്കാൻ ധാരാളം വാക്യങ്ങൾ ബൈബിളിലുണ്ട്. യെശയ്യാ 9-ന്റെ ആൾ പറയുമ്പോൾ അവിടെ പറയുന്നത്, നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു. ദാറ്റ് സ്പീക്കിംഗ് അബൌട്ട് ഇസ് ഹ്യൂമാനിറ്റി. കർത്താവായ യേശുക്രിസ്തുവിന്റെ ഇൻകാർണേഷനെ കുറിച്ചാണ് പ്രവാചകൻ പറയുന്നത്. നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു. ആൻഡ് അണ്ടു us a son is given. നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു. അവിടുത്തെ പ്രതിപാദ്യ വിഷയം that which is born is not that which is given. അതായത് that which is born is speaking about the humanity and its origin of the humanity, whereas that which is given is speaking about the eternal Son of God, who is the eternal Logos with the Father. പിതാവായ ദൈവത്തിലൂടെ നിത്യമായി വസിച്ചു വന്ന വചനം ആകുന്ന ദൈവമാണ് നമുക്ക് നൽകപ്പെട്ടവൻ. എന്നാൽ ഇവിടെ ജനിച്ചിരിക്കുന്നത് പറയുന്നത് ക്രിസ്തുവിന്റെ മനുഷ്യത്വത്തിന്റെ ആരംഭമാണ്. അതേസമയത്ത് തന്നെ യേശുക്രിസ്തുവിനെ കണ്ടപ്പോൾ ഫിലിപ്പോസ് എന്താ പറഞ്ഞ്, ഞങ്ങൾക്ക് ഒരേ ഒരു ആഗ്രഹമുണ്ട്, പിതാവായ ദൈവത്തെ ഒന്ന് കാട്ടിത്തരണം. അപ്പോൾ യേശു പറയുകയാണ്, ഹി ദാറ്റ് ഹാസ് സീൻ മീ ഹാസ് സീൻ ദ ഫാദർ ആൻഡ് ഐ ആൻഡ് മൈ ഫാദർ ആർ വൺ. എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു, ഞാനും എന്റെ പിതാവും ഒന്നാകുന്നു. അപ്പൊ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഒരു വാക്ക് സൂചിപ്പിച്ചായിരുന്നു,
അതായത് സാരാംശത്തിൽ യേശുക്രിസ്തുവും പിതാവും ഒന്നും, ആളത്വത്തിൽ രണ്ടുമാണ്. പുത്രൻ പുത്രനാണ്, പിതാവ് പിതാവാണ്. പിതാവ് പുത്രനല്ല, പുത്രൻ പിതാവുമല്ല. അവർ രണ്ടുപേരും രണ്ട് വ്യക്തികളാണ്. അപ്പോൾ തന്നെ സാരാംശത്തിൽ ഒന്നാണ്, തുല്യരാണ്. സർവശക്തൻ, സർവജ്ഞാനി, സർവവ്യാപി, സ്വയംഭൂ, ന്യായാധിപൻ, രക്ഷിതാവ്, സൃഷ്ടിതാവ് എന്നെല്ലാമുള്ള നിലയിൽ തന്റെ ക്യാരക്ടറിസ്റ്റിക്സ്, അതായത് തന്റെ സ്വഭാവ സൽഗുണങ്ങളെ കുറിച്ച് പറയുമ്പോൾ ആ സാരാംശത്തിൽ പിതാവും കർത്താവായ യേശുവും ഒന്ന് തന്നെയാണ്. അപ്പോൾ അവനെക്കുറിച്ച് പറയുകയാണ്, ഹി ഈസ് ദി എക്സ്പ്രസ് ഇമേജ് ഓഫ് ഹിസ് പേഴ്സൺ. ദൈവം ആരാണോ ആ ദൈവത്തിന്റെ തനി പകർപ്പാണ് ആര്? കർത്താവായ യേശു ക്രിസ്തു എന്നാണ് എന്റെ അർത്ഥം. ഇനി 4, ക്രൈസ്റ്റ് ഈസ് സുപ്പീരിയർ ഇൻ ഹിസ് പേഴ്സൺ. ക്രിസ്തുവിന്റെ ആളത്വത്തിൽ അവൻ അതിശ്രേഷ്ഠതയുള്ളവനാണ്. ഗ്രേറ്റർ ദാൻ പ്രോഫറ്റ്സ്, ഗ്രേറ്റർ ദാൻ ഏഞ്ചൽസ്, ഗ്രേറ്റർ ദാൻ മോസസ് ആൻഡ് ഗ്രേറ്റർ ദാൻ ഏരൻ. ഇപ്പൊ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ആളത്വത്തിന്റെ ശ്രേഷ്ഠത എന്താണെന്നാണ് 4 പറയുന്നത്. കർത്താവായ യേശു ക്രിസ്തു എല്ലാവരെക്കാളും ശ്രേഷ്ഠനാണ്. ഹി ഈസ് ദി ഇൻകമ്പയറബിൾ ക്രൈസ്റ്റ്. നിസ്തുലനായ ക്രിസ്തുവാണ്. എന്താണ് അവന്റെ നിസ്തുല കാരണം? ഹി ഈസ് ഗ്രേറ്റർ ദാൻ ഓൾ ദ പ്രോഫറ്റ്സ് ഇൻ ദി ഓൾഡ് ആൻഡ് ന്യൂ ടെസ്റ്റ്മെന്റ്. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും പറയപ്പെടുന്ന എല്ലാ പ്രവാചകന്മാരെക്കാളും യേശു ക്രിസ്തു ശ്രേഷ്ഠനായ പ്രവാചകനാണ്. അപ്പോൾ യേശു ക്രിസ്തുവിനേക്കാൾ ശ്രേഷ്ഠനായ ഒരു പ്രവാചകൻ ഇന്ന് വരെ ഭൂമിയിൽ ജനിച്ചിട്ടില്ല. ആൻഡ് ഹി ഈസ് ദി സുപ്രീം പ്രോഫറ്റ്സ് ആൻഡ് ഹി ഈസ് സുപ്പീരിയർ ഇൻ ഹിസ് പേഴ്സൺ. തന്റെ ആളത്വം സംബന്ധിച്ച് അവൻ എല്ലാവരെക്കാളും ശ്രേഷ്ഠനും അവൻ ഏറ്റവും ശ്രേഷ്ഠനായ പ്രവാചകനുമാണ്. ആൻഡ് ഈസ് ഗ്രേറ്റർ ദാൻ ഏഞ്ചൽസ്. ദൂതന്മാരെക്കാൾ അവൻ ശ്രേഷ്ഠനാണ്. അതാണ് 1-ാം അധ്യായത്തിൽ പറയുമ്പോൾ, നീ എന്റെ പുത്രൻ, ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു എന്ന് ദൂതന്മാരിൽ ആരോടെങ്കിലും വല്ലപ്പോഴും ഇഴചേരുണ്ടോ? ഇല്ല. എന്നാൽ അവനെ ആദ്യജാതനെ പിന്നെയും ഭൂതലത്തിലേക്ക് പ്രവേശിപ്പിക്കുമ്പോൾ ദൈവത്തിന്റെ സകല ദൂതന്മാരും അവനെ നമസ്കരിക്കണം എന്ന് താൻ ചെയ്യുന്നു. അപ്പൊ കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നപ്പോൾ, ആദ്യജാതനെ ഭൂമിയിലേക്ക് അയക്കുമ്പോൾ ദൈവത്തിന്റെ സകല ദൂതന്മാരോടും പിതാവ് കൽപ്പിച്ചു, ദാറ്റ് യു ഷുഡ് വർഷിപ്പ് ഹിം. നീ അവനെ എന്ത് ചെയ്യണം? നമസ്കരിക്കണം. അപ്പൊ ദൂതന്മാരെ ആരും ആരാധിക്കാറില്ല. ഇപ്പൊ വെളിപ്പാട് പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അതിന്റെ 1-ാം അന്ത്യഭാഗത്തിലേക്ക് വരുമ്പോൾ പത്മോസിന്റെ കരിമ്പാറക്കെട്ടുകൾ വെച്ച് ദിവ്യദർശനം ലഭ്യമായ യോഹന്നാന് ഈ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള വെളിപ്പാടുകൾ നൽകിയ ഈ ദൂതന്റെ മുമ്പാകെ അവന്റെ കാൽക്കൽ വീണു. അപ്പോൾ അവനെ തടഞ്ഞുകൊണ്ട് ദൂതൻ പറയണം, അരുത്, ദൈവത്തെ മഹത്വം കൊടുക്കുക. ദൂതന്മാർ ഒരിക്കലും ആരാധന സ്വീകരിച്ചിട്ടില്ല. ബട്ട് വെൻ വി സ്പീക്ക് അബൌട്ട് ദ സൺ ഓഫ് ഗാഡ്, the Bible says he is greater than angels, because when he came to this world, God commanded his holy angels and host of heavens to worship him. ദൈവത്തെ ആരാധിപ്പാൻ, അവനെ ആരാധിപ്പാൻ ദൈവം കൽപ്പിച്ച ദൂതന്മാരെക്കാൾ ശ്രേഷ്ഠനാണ്. അടുത്തത് മോശയേക്കാൾ ശ്രേഷ്ഠനാണ്. ഇവന് ഈ മോശ ദൈവഭവനത്തിന്റെ ശുശ്രൂഷനായിരുന്നെങ്കിൽ, ഇതാ ഭവനം ചമച്ചവെന്ന നിലയിൽ, ഭവനത്തിന്റെ ഉടമസ്ഥന നിലയിൽ കർത്താവായ യേശു മോശയേക്കാൾ ശ്രേഷ്ഠനായ നായകനാണ്. ഇസ്രായേലിന്റെ ചരിത്രത്തിൽ ഒരിക്കലും അവർക്ക് മറക്കാൻ കഴിയാത്ത വ്യക്തിയാണ് മോശ. ഞാൻ കഴിഞ്ഞ ദിവസം ഓർമ്മിരുന്നു, ഇസ്രായേൽ ചരിത്രത്തിൽ ഒരിക്കലും അവർക്ക് മറക്കാൻ കഴിയാത്ത 3 വ്യക്തികളുണ്ട്. ഒന്ന് മോശ, ദർ പൊളിറ്റിക്കൽ ലീഡർ. 2 ഏബ്രഹാം, ദ ഫാദർ ഓഫ് ദ നേഷൻ. അതുപോലെ തന്നെ ജോസഫ്, ഹു പ്രൊഫസൈഡ് ദം അബൌട്ട് ദർ ഡിപ്പാർച്ചർ ആൻഡ് ഡെലിവറൻസ് ഫ്രം ഈജിപ്റ്റ്. ഇങ്ങനെ ഈ 3 വ്യക്തികളെ ഒരിക്കലും അവർക്ക് മറക്കാൻ സാധിക്കുകയില്ല. അപ്പം അവിടെ നമ്മൾ വായിക്കുമ്പോൾ ഈ നിലയിൽ പറയാണ്, അവൻ മോശയേക്കാൾ ശ്രേഷ്ഠനാണ്. ഇനിയും അവൻ അഹരോനേക്കാൾ ശ്രേഷ്ഠനാണ്. അഹരോൻ ഇസ്രായേലിന്റെ മഹാപുരോഹിതനാണ്. ഇസ്രായേലിലെ അഹരോനും അവനിൽ നിന്ന് ഉത്ഭവിക്കുന്ന പുരുഷപ്രജയും മാത്രമാണ് പുരോഹിതന്മാരായും മഹാപുരോഹിതന്മാരായും രംഗത്ത് വന്നിരുന്നത്. ഇവിടെ കർത്താവിനെ കുറിച്ച് പറയുമ്പോൾ അവൻ അഹരോനേക്കാൾ ശ്രേഷ്ഠനാണെന്ന് പറയുകയാണ്. കാരണം അഹരോൻ എന്ന് പറയുന്നത് ജനത്തിന്റെ പാപത്തിനു വേണ്ടി ആണ്ടുതോറും ഇടപെടാതെ ദൈവസ്ഥലിൽ യാഗം അർപ്പിച്ചിരുന്ന ഒരു വ്യക്തിയാണ്. മനുഷ്യ ദൈവത്താൽ നിയോഗിതനെങ്കിലും മനുഷ്യവംശാവലിയിൽ നിന്ന് പുരോഹിതനായവനാണ്. മരണത്താൽ നീക്കം സംഭവിക്കുന്നവനാണ്. അവൻ അർപ്പിച്ചു വന്ന യാഗങ്ങൾ കൊണ്ട് ശാശ്വതമായ ഒരു പാപപരിഹാരം ഒരിക്കലും ലഭ്യമായിരുന്നില്ല. അത് താൽക്കാലികമായിരുന്നു. അത് കഴിയുമ്പോൾ പിന്നെയും പാപത്തിന്റെ ഓർമ്മ വരികയും യാഗത്തിന്റെ ആവശ്യകത ഉണർന്നു വരികയും ചെയ്യുന്നു. എന്നാൽ യേശു ക്രിസ്തു അവന്റെ യാഗം
അഹരോന്യ ക്രമത്തിലുള്ള യാഗത്തേക്കാൾ ശ്രേഷ്ഠമാണ്. തന്റെ സ്വന്തം ശരീരം നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി പരിഹാരമായി അർപ്പിച്ചുകൊണ്ട് ക്രൂശിന്മേൽ യാഗമായവനാണ് നമ്മുടെ കർത്താവായ യേശു. ഇനി അടുത്തത് അഞ്ചാമതായി പറയുന്നത് ഹി ഈസ് സുപ്പീരിയർ ഇൻ ഹിസ് പ്രീസ്റ്റ്ഹുഡ്. ഹി ഈസ് ആഫ്റ്റർ ദി ഓർഡർ ഓഫ് മെൽക്കീസദേക്ക്. കർത്താവായ യേശുക്രിസ്തുവിന്റെ പൗരോഹിത്യം അത് മൽക്കീസദേക്കിന്റെ ക്രമപ്രകാരമുള്ളതാകിയാൽ മറ്റെല്ലാ പുരോഹിതന്മാരെക്കാളും അവൻ ശ്രേഷ്ഠ മഹാപുരോഹിതനാണ്. എന്താണ് ഈ മൽക്കീസദേക്കിന്റെ ക്രമം എന്ന് പറയുന്നത്? ഉൽപ്പത്തി പുസ്തകം 14, 110 സങ്കീർത്തനം, എബ്രായലേഖനം 7 അധ്യായം. ഈ 3 ബൈബിൾ പ്രവിശ്യകളിൽ മാത്രം പരാമർശിക്കപ്പെടുന്ന ഒരു വ്യക്തിയാണ് മെൽക്കീസദേക്ക്. ഇതിനു മുമ്പ് മെൽക്കീസദേക്കിനെ കുറിച്ച് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇവിടെ പരാവർത്തനം ഞാൻ ആഗ്രഹിക്കുന്നില്ല. കാര്യം ആവർത്തന വിരസത ഉണ്ടായിരിക്കാൻ വേണ്ടിയാണ്. അദ്ദേഹം ചരിത്രത്തിൽ ഉണ്ടായിരുന്ന ഒരു പുരോഹിതനായിരുന്നുവെന്നും അല്ല, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പ്രീ ഇൻകാർണേറ്റ് ഏഞ്ചലിക് അപ്പിയറൻസ് ആണെന്നും, അതായത് കർത്താവായ യേശുക്രിസ്തു മനുഷ്യാവതാരം ചെയ്ത് ഈ ഭൂമിയിൽ വരുന്നതിന് മുമ്പ് ദൂതന്മാരുടെ വേഷത്തിൽ ഭൂമിയിൽ പല പ്രാവശ്യം വന്നിട്ടുണ്ട്. അതിൽ ഒന്നാണ് മെൽക്കീസദേക്കെന്നും വേദ പഠിതാക്കൾ പൊതുവെ അഭിപ്രായപ്പെടുന്നു. അവന്റെ പൗരോഹിത്യത്തിന്റെ ക്രമത്തെക്കുറിച്ച് പറയുമ്പോൾ അവന് മാതാവില്ല, പിതാവില്ല, വംശാവലിയില്ല, ജീവാരംഭമില്ല, ജീവാവസാനമില്ല. അവൻ ദൈവപുത്രന് തുല്യനായി എന്നേക്കും ദൈവത്തിന്റെ മഹാപുരോഹിതനായിരിക്കുന്നു പറയുന്നു. അപ്പോൾ അവൻ ദൈവപുത്രന്റെ തുല്യത പറയുമ്പോൾ ഹി ഈസ് ഈക്വൽ ടു ദ സൺ ഓഫ് ഗോഡ്. ഈക്വൽ ടു ദ സൺ ഓഫ് ഗോഡ് ഈസ് സൺ ഓഫ് ഗോഡ് ഹിംസെൽഫ്. അതായത് ദൈവപുത്രന് തുല്യനായി പറയാൻ കഴിയുന്നത് ദൈവപുത്രൻ മാത്രം. അതുകൊണ്ട് കർത്താവിന്റെ ജഡാവതാരത്തിന് മുമ്പുള്ള ഏഞ്ചലിക് അപ്പിയറൻസ് ആണ് ഈ മെൽക്കീസദേക്ക് എന്ന് ഞാൻ വ്യക്തിപരമായി വിശ്വസിക്കുന്നു. അവന്റെ പൗരോഹിത്യത്തിന്റെ ക്രമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരംഭവിഹീനമാണ്. അതായത് അവൻ ആരെങ്കിലും കൊടുത്താലേ പൗരോഹിത്യം. മോശെ അഹരോന്മേൽ കൈവച്ച് അവനെ ഇസ്രായേലിന്റെ പുരോഹിതനാക്കി. പിന്നീട് വരുന്നവരൊക്കെയും ആ പുരോഹിത വംശാവലി വരികയാണ്. എന്നാൽ ഇവനെ ആരാ അതിന്റെ പുരോഹിതനാക്കിയത്? നിത്യനായ ദൈവം, നിത്യനായ ദൈവത്തിന്റെ നിത്യനായ പുത്രൻ, ആരംഭവും അവസാനവുമില്ലാത്തവൻ, ആദ്യന്തവിഹീനമായ പൗരോഹിത്യത്തിന്റെ ഉടമസ്ഥനാകിയാൽ ഹിസ് പ്രീസ്റ്റ്ഹുഡ് ഈസ് ഇൻ ദി ഓർഡർ ഓഫ് മെൽക്കീസദേക്ക് വിച്ച് ഈസ് എവർലാസ്റ്റിംഗ്. എന്നേക്കുമുള്ള മഹാപുരോഹിതമാണ്. 6 ക്രൈസ്റ്റ് സാക്രിഫൈസ് ഈസ് ബെറ്റർ. അത് പറഞ്ഞ് ഹയർ ആൻഡ് മോർ എഫക്ച്വൽ ദാറ്റ് ഓഫ് ഓൾഡ് ടെസ്റ്റ്മെന്റ് സാക്രിഫൈസ്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഈ യാഗമരണം എന്ന് പറയുന്നത് എങ്ങനെയുള്ളതാണ്? അത് ഈ പഴയമത്തിലെയും പുതിയമത്തിലെയും എല്ലാ യാഗങ്ങളെക്കാളും ഏറ്റവും ശ്രേഷ്ഠവും ഫലപ്രദവുമാണ്. കാരണം അറിയാവും, അവൻ ഏക യാഗത്താൽ സദാകാലത്തേക്കുമുള്ള സൽഗുണപൂർത്തി വരുത്തിയിരിക്കുന്നു. യേശുക്രിസ്തുവിന്റെ ക്രൂശിലെ യാഗം എന്ന് പറയുന്നത് പാപങ്ങളുടെ പരിഹാരത്തിന് വേണ്ടിയുള്ള ശാശ്വതമായ യാഗമരണമാണ്. ഇനിയും പാപങ്ങൾക്ക് വേണ്ടി ഒരു യാഗവും അവശേഷിക്കുന്നില്ല എന്ന് ബൈബിൾ പറയുന്നു. അതുകൊണ്ട് ഇങ്ങനെ ഈ 6 മണ്ഡലങ്ങളിൽ ഈ കർത്താവായ യേശു ഈ പുസ്തകം ഏറ്റവും ഉന്നതമായ ഒരു പുസ്തകമാണ്. കാരണം അത് യേശുക്രിസ്തുവിന്റെ ആളത്വത്തെയും അവന്റെ പ്രവൃത്തിയെയും അതിശ്രേഷ്ഠമായ നിലയിൽ അത് വിവരിക്കുന്നു. ഞാൻ പെട്ടെന്ന് അതിന്റെ പോയിന്റുകൾ ഒന്നുകൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. 1, കർത്താവായ യേശുക്രിസ്തു ശ്രേഷ്ഠനായ പ്രവാചകനും പുരോഹിതനും രാജാവുമാണെന്ന് ഈ പുസ്തകം സമർത്ഥിക്കുന്നു. 2, യേശുക്രിസ്തു സൃഷ്ടാവാണെന്നും അവൻ തന്റെ ശക്തിയുള്ള വചനത്താലാണ് ഈ പ്രപഞ്ചത്തെ താങ്ങി നിർത്തുന്നത് എന്നും 1-ാം അധ്യായത്തിന്റെ 1 മുതൽ 4 വരെ പറയുന്നു. 3, യേശുക്രിസ്തു പിതാവായ ദൈവത്തിന്റെ അതേ തനിപ്പകർപ്പാണ്, എക്സ്പ്രസ് ഇമേജാണ്, തത്വത്തിന്റെ മുദ്രയാണ് എന്ന് വീണ്ടും ആ വാക്യഭാഗത്ത് പറയുന്നു. 4, ക്രിസ്തുവിന്റെ പൗരോഹിത്യം എന്ന് പറയുന്ന ആളത്വം എന്ന് പറയുന്നത് പ്രവാചകന്മാരെക്കാളും ദൂതന്മാരെക്കാളും മോശയെക്കാളും അഹരോനേക്കാളും ശ്രേഷ്ഠമാണെന്ന് പറയുന്നു. 5, ക്രിസ്തുവിന്റെ പൗരോഹിത്യം മൽക്കീസദേക്കിന്റെ ക്രമപ്രകാരമുള്ളതാകിയാൽ ആദ്യവും ആരംഭവും അവസാനമില്ലാത്തതാണെന്ന് പറയുന്നു. ഏറ്റവും കൂടുതലായി പറയുന്നു ക്രിസ്തുവിന്റെ യാഗം സകല യാഗങ്ങളുടെയും പരിസമാപ്തിയും എല്ലാ യാഗങ്ങളെക്കാൾ ശ്രേഷ്ഠവും അതിന്റെ ഫലം ആത്യന്തികമായി എല്ലാറ്റിനേക്കാളും ഉന്നതവും ആണ്. ഇങ്ങനെ 6 കാര്യങ്ങളാണ് ഇവിടെ ഈ പുസ്തകം ഇറ്റ്സ് എ ബുക്ക് ഓഫ് എക്സോൾട്ടേഷൻ എന്നുള്ള ഭാഗത്ത് എനിക്ക് പറയാനായിട്ടുള്ളത്. ദൈവം അനുവദിച്ചാൽ ഇതിന്റെ അടുത്ത എപ്പിസോഡ് മറ്റൊരു ദിവസം നമുക്ക് പഠിക്കാം. ഈ എപ്പിസോഡ് മുഴുവനായി എടുക്കണം, സഹായിക്കണം എന്ന് പറഞ്ഞ് പല ആളുകളും ഇത് പകൽക്കാലം എന്നെ വിളിച്ചിരുന്നു. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ദൈവം പ്രാപ്തിപ്പെടുന്ന പോലെ അത് ചെയ്യുന്നതാണ്. ക്രിസ്തുവിന്റെ മഹത്വനുമായ ശുശ്രൂഷയിൽ സുവിശേഷൻ ടൈറ്റസ് ഫ്രം ഇടയാറുള്ള. താങ്ക് യു. ഗോഡ് ബ്ലസ് യു.